നമസ്കാരം. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായത് ചില കീഴ്വഴക്കങ്ങൾ ലംഘിച്ചാണ് എന്നുള്ള ഒരു സംഭവമാണ് ശരിക്കും ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പല മാധ്യമങ്ങളും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മളത് ചർച്ച ചെയ്യുകയാണ്. അതായത് എങ്ങനെയാണ് ഇത് കീഴ്വഴക്കങ്ങൾ ലംഘിച്ച് എന്ന് പറയാ എന്നുള്ളത് ശരിക്കും വിനോദൻ പറയും. വിനോദ, എന്താണ് ശരിക്കും താങ്കളുടെ ഒരു കാഴ്ചപ്പാടിൽ എന്താണ് സംഭവം? നമ്മൾ ഈ ഒരു വാർത്ത പുറത്തുവിട്ടപ്പോൾ ഇതിനെ സംബന്ധിച്ച് കോഴിക്കോട് ജില്ലയിലെ ഒരു ഉയർന്ന BJP നേതാവ് അതിന്റെ താഴെ വന്ന് ഒരു കമന്റ് ഇട്ടത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. എന്ത് മണ്ടത്തരമാണ് ഇയാൾ പറയുന്നത് എന്നൊക്കെ പറഞ്ഞായിരുന്നു അദ്ദേഹത്തിന്റെ കമന്റ്. അപ്പോ അദ്ദേഹം പറയുന്നത്, നമ്മൾ ആ വാർത്തയിൽ പറഞ്ഞത് യഥാർത്ഥത്തിൽ BJPയുടെ പാർലമെന്ററി പാർട്ടി നേതാവായി നരേന്ദ്രമോദി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെടാത്ത സാഹചര്യത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു എങ്ങനെയാണ് അദ്ദേഹത്തെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് ഭൂരിപക്ഷം തെളിയിക്കാൻ ആവശ്യപ്പെട്ടത് എന്ന ഒരു ചോദ്യമാണ് ആ വാർത്ത മുന്നോട്ട് വെച്ചത്. അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്, രാഷ്ട്രപതിക്ക് ആരെ വേണമെങ്കിലും വിളിച്ച് പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുക, ചുമതല ഏൽപ്പിക്കാം അദ്ദേഹത്തോട്. പക്ഷേ ഫ്ലോറിൽ അദ്ദേഹം ഭൂരിപക്ഷം തെളിയിക്കേണ്ട ആവശ്യകത മുന്നോട്ട് വെക്കേണ്ടതുണ്ട്. ആരെ വേണമെങ്കിലും ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിലേക്ക് കൊണ്ടുവരാം. പക്ഷെ ഇവിടെ ഇന്ത്യയുടെ ചരിത്രത്തിലുടനീളം നമ്മൾ കണ്ടിട്ടുള്ളത്, അങ്ങനെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വരുന്ന കക്ഷികളുടെ നേതാക്കൾ, ആ നേതാക്കൾക്ക് അവരുടെ പാർട്ടിക്ക് ഇന്ത്യയിൽ ഭരണം ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ 272 സീറ്റ്, അതാണല്ലോ മാജിക് നമ്പർ. ആ മാജിക് നമ്പർ അവരുടെ പാർട്ടിക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച് ചർച്ചയേ ഇല്ല. അങ്ങനെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ആ പാർട്ടിക്ക് സ്വന്തം നിലയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ കഴിയില്ല. കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നണികളെ അംഗീകരിക്കുന്നില്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിക്കുന്നത് പാർട്ടികളെയാണ്. അപ്പൊ ആ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊടുക്കുന്ന ലിസ്റ്റ് എന്ന് പറയുന്നത് രാഷ്ട്രപതിക്ക് പാർട്ടികളിൽ നിന്ന് ഇത്ര ആളുകൾ ജയിച്ചു എന്നുള്ളതാണ്. മുന്നണിയായി ഒരു പ്രീപോൾ അലയൻസ് എന്നുള്ള നിലയിലൊക്കെ മത്സരിച്ച ഘടകങ്ങളൊക്കെ പരിഗണിക്കും രാഷ്ട്രപതി എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ നിയമപരമായി കണക്കിലെടുക്കുന്നത് പാർട്ടികൾക്ക് എത്ര സീറ്റ് കിട്ടി എന്നത് മാത്രമാണ്. ഇവിടെ നരേന്ദ്രമോദിയുടെ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള സീറ്റ് എത്രയാ? 240 അല്ലേ? 240 പോരല്ലോ ഒരു ഗവൺമെന്റ് ഉണ്ടാക്കാൻ. അപ്പോൾ ഗവൺമെന്റ് ഉണ്ടാക്കാനുള്ള ശേഷി ഭാരതീയ ജനതാ പാർട്ടിക്ക് ഈ 2024 തെരഞ്ഞെടുപ്പിൽ ലഭിച്ചിട്ടില്ല. പക്ഷെ നമുക്കൊരു പ്രധാനമന്ത്രി വേണം. ആ പ്രധാനമന്ത്രിയായി ആരെ ചുമതല ഏൽപ്പിക്കണം? അപ്പോ രാഷ്ട്രപതിയുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പരിഗണന എന്ന് പറയുന്നത്, പിന്നെ നോക്കുന്നത് സിംഗിൾ ലാർജസ്റ്റ് പാർട്ടി ആരാണ്, ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്നുള്ള നിലയിൽ നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പിൽ ഉരുത്തിരിഞ്ഞു വന്നത് BJP തന്നെയാണ്. അവർക്ക് 240 സീറ്റ് ഉണ്ട്. ആ പാർട്ടിയുടെ നേതാവിനെ ഗവൺമെന്റ് ഉണ്ടാക്കാൻ ക്ഷണിക്കാം. ആ ക്ഷണിക്കുമ്പോൾ തന്നെ ആ പാർട്ടിയുടെ നേതാവ് ആര്? പാർട്ടിയുടെ നേതാവല്ല, അത് BJPയുടെ അധ്യക്ഷൻ JP നഡ്ഡയാണ്. ആ പാർട്ടിയെ പാർലമെന്റിൽ പ്രതിനിധീകരിക്കുന്നത് ആര്? അത് MP-മാരാണ്. ആ പാർലമെന്ററി പാർട്ടിയുടെ MP-മാർ ഉൾപ്പെടുന്ന യോഗം വിളിച്ചു ചേർത്ത് ആ യോഗത്തിൽ വെച്ച് ആരെ നേതാവായി തെരഞ്ഞെടുക്കുന്നുവോ അയാളാണ് ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രപതിയുടെ മുമ്പിൽ നേതാവ്, BJPയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് അല്ല. അപ്പൊ ആ അർത്ഥത്തിൽ ഇപ്പൊ ഉയർന്നു വന്നിട്ടുള്ള വിവാദം എന്ന് പറയുന്നത്, അങ്ങനെയൊരു പാർലമെന്ററി പാർട്ടി യോഗം BJP ചേർന്നിട്ടില്ല. ആ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ വെച്ച് BJPയുടെ പാർലമെന്ററി പാർട്ടി നേതാവായി നരേന്ദ്രമോദിയെ തിരഞ്ഞെടുത്തിട്ടില്ല. അതിനു മുമ്പ് തന്നെ ആര് പ്രധാനമന്ത്രിയാകാൻ അല്ലെങ്കിൽ ഗവൺമെന്റ് ഉണ്ടാക്കാൻ ക്ഷണിച്ചു നരേന്ദ്രമോദിയെ? ഇന്ത്യയുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമു അദ്ദേഹത്തെ ഗവൺമെന്റ് ഉണ്ടാക്കാൻ ക്ഷണിച്ചു എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ അതിനെ വ്യാഖ്യാനിക്കാം. കാരണം രാഷ്ട്രപതിമാരെ നിയോഗിക്കുന്നത് ഈ പറയുന്ന ഭരണകക്ഷിയാണല്ലോ, നേരത്തെ നരേന്ദ്രമോദി തന്നെയാണല്ലോ. അങ്ങനെ വരുമ്പോൾ അവരെ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് കൊണ്ടുവന്നതിന്റെ നന്ദി സൂചകമായി അവർ ഇത്തരത്തിലുള്ള ഒരു ഔദാര്യം നരേന്ദ്രമോദിക്ക് വേണ്ടി ചെയ്തു കൊടുത്തതല്ല എന്ന് നമുക്ക് പറയാൻ അങ്ങനെ കഴിയില്ല. കാരണം അതാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞാലും അതിനെ തെറ്റ് എന്ന് പറയാൻ കഴിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ് ഉണ്ടാക്കാനുള്ള ഭൂരിപക്ഷം അദ്ദേഹത്തിന്റെ ഒരു പ്രീപോൾ അലയൻസ് എന്നുള്ള നിലയിൽ NDAക്കുണ്ട്. അവർക്ക് 282 സീറ്റ് അവർക്ക് ലഭിച്ചിട്ടുണ്ട്, 283 സീറ്റ് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവർക്ക് ഗവൺമെന്റ് ഉണ്ടാക്കാൻ കഴിയും. പക്ഷേ പാർലമെന്ററി പാർട്ടി നേതാവ് എന്നുള്ള നിലയിൽ നരേന്ദ്രമോദിയെ ആദ്യം തിരഞ്ഞെടുക്കണം. അതുകൂടാതെ ഈ പറയുന്ന തരത്തിൽ NDAയിലെ ഘടകകക്ഷികൾ ഈ നേതാവിനെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നു എന്ന കത്ത് ആർക്ക് കൊടുക്കണം? രാഷ്ട്രപതിക്ക് കൊടുക്കണം. ഞങ്ങളുടെ കൂടി പിന്തുണയുണ്ട്, അദ്ദേഹത്തിന് ഗവൺമെന്റ് ഉണ്ടാക്കാൻ കെൽപ്പുണ്ട്, കഴിയും എന്നുള്ള തരത്തിൽ രാഷ്ട്രപതിയെ ബോധ്യപ്പെടുത്തുന്ന, അവരെ വിശ്വസിപ്പിക്കുന്ന
ഒരു കത്ത് ഈ പറയുന്ന രാഷ്ട്രീയ കക്ഷികൾ കൊടുക്കണം. നേരത്തെ ഇത് ഉണ്ടായിട്ടുണ്ട്, നമ്മളത് വാർത്തയിൽ സൂചിപ്പിച്ചിരുന്നു. രാജീവ് ഗാന്ധി അദ്ദേഹത്തിന് 4 ഭൂരിപക്ഷത്തോളം ഉണ്ടായിരുന്ന 1984 തെരഞ്ഞെടുപ്പിന് ശേഷം 89 അദ്ദേഹം അധികാരത്തിൽ നിന്ന് പോകുന്ന സമയത്തുണ്ടായ തെരഞ്ഞെടുപ്പ്, അതിൽ 142 143 സീറ്റാണ് കോൺഗ്രസിന് ലഭിച്ചത്. അപ്പോഴും കോൺഗ്രസ് ആയിരുന്നു സിംഗിൾ ലാർജസ്റ്റ് പാർട്ടി. അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന ആർ വെങ്കട്ടരാമൻ രാജീവ് ഗാന്ധിയെ സിംഗിൾ ലാർജസ്റ്റ് പാർട്ടിയുടെ നേതാവ് എന്നുള്ള നിലയിൽ ക്ഷണിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ രാജീവ് ഗാന്ധി അന്ന് പാർലമെന്ററി പാർട്ടി യോഗം ചേർന്ന് അതിന്റെ നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾക്ക് മാൻഡേറ്റ് ലഭിച്ചിട്ടില്ല, ജനങ്ങൾ ഞങ്ങളെ ഭരിക്കണം എന്ന് പറഞ്ഞിട്ടില്ല, ഞങ്ങൾക്ക് അതിനുള്ള സീറ്റ് നൽകിയിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ അധികാരം ഏറ്റെടുക്കുന്ന തരത്തിലുള്ള അവകാശവാദം ഉന്നയിക്കുന്നില്ല എന്ന് അദ്ദേഹം മൈനസ് ചെയ്തു. അതിനുശേഷമാണ് രാഷ്ട്രപതിയുടെ മുമ്പിൽ പിന്നെ എന്താണുള്ളത്, പിന്നെയുള്ളത് ജനതാദളാണ്, പിന്നെ കുറച്ച് കക്ഷികളാണ്. BJP ഉണ്ട്, അതുപോലെ തന്നെ വിരുദ്ധമായി മത്സരിച്ചിട്ടുള്ള CPM ഉൾപ്പെടെയുള്ള ഇടതുപക്ഷമുണ്ട്. അപ്പൊ ഇവരെയൊക്കെ എങ്ങനെയാണ് വിശ്വാസത്തിലെടുക്കുക എന്നതിന്റെ പേരിൽ ഈ പറയുന്ന തരത്തിൽ VP സിംഗ് അവകാശവാദം ഉന്നയിച്ചു, ഞങ്ങൾ ഗവൺമെന്റ് ഉണ്ടാക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ ഈ പറയുന്ന പിന്തുണയ്ക്കുന്ന കക്ഷികളുടെ പിന്തുണ അറിയിക്കുന്ന കത്ത് പിന്നെ രാഷ്ട്രപതി ഭവന് നൽകണമെന്ന കണ്ടീഷൻ വെച്ചു. അത് അദ്ദേഹം പരസ്യമായി പത്രക്കുറിപ്പിലൂടെ ഇന്ത്യയിലെ ജനങ്ങളോട് വിളിച്ചു പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവരെല്ലാം പിന്തുണ അറിയിക്കുകയും പിന്നീട് അങ്ങനെയാണ് VP സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായത്. സെയിം സാഹചര്യം ഇതേപോലെ തന്നെ അടൽ ബിഹാരി വാജ്പേയിയുടെ കാര്യത്തിലും ഉണ്ടായിട്ടുണ്ട്. അന്നും ഇതേപോലെ മറ്റ് കക്ഷികളുടെ പിന്തുണ അറിയിച്ചുകൊണ്ടുള്ള കത്ത് അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന KR നാരായണൻ സ്വീകരിച്ചതിന് ശേഷമാണ് വാജ്പേയിയെ 1998 പ്രധാനമന്ത്രിയായി അദ്ദേഹം പിന്നെ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നതും അദ്ദേഹം ഭൂരിപക്ഷം തെളിയിക്കുന്നതുമൊക്കെ. ഞാൻ പറഞ്ഞു വരുന്നത്, ഇതാണ് ഇന്ത്യയുടെ കീഴ്വഴക്കം. ബാബു ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ ലംഘിക്കപ്പെട്ട കീഴ്വഴക്കം ഇതാണ്. കാരണം ഒറ്റയ്ക്ക് ഭരിക്കാൻ ഭൂരിപക്ഷം ഇല്ലാതെ വരുമ്പോൾ എന്തു ചെയ്യണം എന്നതിനെ സംബന്ധിച്ച് ഇന്ത്യയുടെ ജനാധിപത്യ വഴിയിൽ ഉള്ള ഉദാഹരണങ്ങൾ ഇത്തരത്തിൽ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയ ഉദാഹരണങ്ങളാണ്. എന്നാൽ ഇവിടെ സംഭവിച്ചിട്ടുള്ളത്, എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള കീഴ്വഴക്കം ഇപ്പോഴുള്ള രാഷ്ട്രപതി ഈ പറയുന്ന നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനം ഏറ്റെടുക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുമ്പോൾ പാലിച്ചില്ല എന്ന ചോദ്യമാണ്. ഇതൊരു പക്ഷേ നാളെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടേക്കാം. അത്തരത്തിലുള്ള വാർത്തകളാണ് വരുന്നത്. കാരണം എങ്ങനെയാണ്, വളരെ സിമ്പിൾ ലോജിക്കാണത്, എങ്ങനെയാണ് ഇദ്ദേഹമാണ് BJPയുടെ പാർലമെന്ററി പാർട്ടി നേതാവ് എന്ന് ബഹുമാനപ്പെട്ട രാഷ്ട്രപതി അവർക്ക് ബോധ്യമായത്? എന്ത് അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു തിരഞ്ഞെടുപ്പ് നടക്കാതെ എങ്ങനെയാണ് അവർക്ക് സ്വയം നരേന്ദ്രമോദി തന്നെയാണ് ഈ പാർട്ടിയുടെ നേതാവായി വരാൻ പോകുന്നത് എന്ന് ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റിയത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഒരുപക്ഷെ മനസ്സിലൂഹിക്കാം. പക്ഷെ അതൊന്നും യാഥാർത്ഥ്യത്തോട് ഒരുപക്ഷെ വേറൊരാൾ അവിടെ മത്സരിക്കാൻ വന്നാലോ? അതെ, പാർലമെന്ററി പാർട്ടി അങ്ങനെ വന്നുകൂടാന്നില്ലല്ലോ. പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ഈ പറയുന്ന തരത്തിൽ നരേന്ദ്രമോദി അല്ല പ്രധാനമന്ത്രിയാകേണ്ടത്, മറ്റൊരാളാണ് എന്ന് പറഞ്ഞ് RSS വേറൊരു പേര് വെച്ചിരുന്നെങ്കിലോ എന്താകുമായിരുന്നു സ്ഥിതി? അപ്പൊ പാർലമെന്ററി പാർട്ടി യോഗം എന്ന് പറയുന്നത് നിർണായകമാണ്. കാരണം പാർലമെന്റിനകത്ത് പാർലമെന്ററി പാർട്ടിയാണ് ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്ന എക്സിക്യൂട്ടീവിനെ ഉണ്ടാക്കുന്നത്. അതിൽ നിന്നാണ് ഭരണകൂടങ്ങൾ ഉണ്ടാകുന്നത്, പ്രധാനമന്ത്രി ഉണ്ടാകുന്നത്, മന്ത്രിമാരുണ്ടാകുന്നതും ഒക്കെ. അപ്പം വളരെ ഇമ്പോർട്ടന്റ് ആണ് പാർലമെന്ററി പാർട്ടിയുടെ യോഗം ചേരലും ആ യോഗം ചേർന്ന് നേതാവിനെ തിരഞ്ഞെടുക്കലും. ഉണ്ടായത് എന്താന്ന് വെച്ചാൽ, പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ ഒരു 10,000-ഓളം ആളുകൾ പങ്കെടുക്കുന്ന MP-മാരും MP-മാരല്ലാത്തവരും പാർട്ടി നേതാക്കളും മുഖ്യമന്ത്രിമാരും NDA-യിലെ ഘടകകക്ഷികളുടെ മുഴുവൻ നേതാക്കളും ഒക്കെ ഉൾപ്പെടുന്ന ഒരു സാമ്പാർ യോഗം നടന്നിട്ടുണ്ട്. ആ സാമ്പാർ യോഗത്തിൽ വെച്ച് നരേന്ദ്രമോദിയാണ് നേതാവ് എന്നുള്ള രീതിയിലൊക്കെ അവർ സങ്കല്പിച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നുമല്ല യഥാർത്ഥത്തിൽ വേണ്ടത് എന്നതാണ് സാങ്കേതികമായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തീർച്ചയായും ഈ ഒരു വാർത്ത പുറത്തുവിട്ടാൽ പിന്നെ എന്നെയും പല ആളുകളും വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുപോലെ തന്നെ താങ്കളെയും വിളിച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പൊ ഇതിന് വ്യക്തത വേണം. ശരിക്കും അന്ന് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല. ഇല്ല, ഒരു ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണ്ടി മാത്രമാണ് ഇത്തരം ഒരു എപ്പിസോഡ് നമ്മൾ ജനങ്ങൾക്ക് മുമ്പിൽ പങ്കുവെച്ചത്. നന്ദി, നമസ്കാരം.